ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛമ്മ പോകാനായിട്ട് യാത്രയായിട്ട് നിൽക്കുകയാണേ. സുധാകര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ സുധാകര മാഷ് വരികയാണ്. ഞാൻ പോട്ടെ സുധാകര, വൈകിട്ടാണ് ഫ്ലൈറ്റ്, ഇന്ന് തന്നെ പോകണം എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ സുധാകര മാഷ് പറയണം, അമ്മ പോകുന്നതിന് മുമ്പ് ഈ താക്കോൽ കൊണ്ടുപോക്കോ. സുധാകര, ഈ എന്തെങ്ങനെ ആ വീട് നിനക്ക് കൂടെ അവകാശപ്പെട്ടതല്ലേ മോനെ എന്ന് പറയട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ 3 പേരും അവർക്ക് പറ്റിയ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കട്ടെ. അവരുടെ ഭാര്യമാരായിട്ട് അവരെവിടെയാണെന്ന് വെച്ച് പോയിക്കോട്ടെ. പിന്നെ എൻ്റെ അച്ഛനുണ്ടാക്കിയിട്ട് തറവാട് കണ്ടിട്ട് ഇവിടെ ആരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഇത് പിടിക്കാമേ, ഇത് ഗംഗാധരനും മക്കൾക്കും ഉള്ളതാണ്. കമലെ, നീയെങ്കിലും പറയ് എന്ന് പറയട്ടോ. ഇതുവരെയും ഈ ആഗ്രഹത്തിനനുസരിച്ചാണമ്മ ഞാൻ ജീവിച്ചത്, ഇനി മാറാൻ വയ്യ എന്ന് പറയും. അങ്ങനെ ആ താക്കോല് വാങ്ങിച്ചിട്ട് അച്ഛമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ് വിദേശത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിസാറിനെ കാണാനായിട്ട് വിക്രം വന്നിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ശ്രീനിസാർ പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ കയറി കളിച്ചിട്ടുണ്ടെങ്കിലേ അതങ്ങനെ നിസ്സാരാക്കി വിട്ടാൽ ശരിയാവില്ല. എന്നാൽ നിൻ്റെ വീട് പോലെ തന്നെ ആർക്കും വീടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിതിൽ മുന്നിട്ടിറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിസാറിൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവർ പറയുന്നുണ്ടതേ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീനിസാർ പറയും, എന്ന് വെച്ചിട്ട് അയാൾക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കണം എന്നാണോ പറയുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല, ഇന്ന് പാർട്ടി സെക്രട്ടറി വിളിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ. അപ്പോൾ വിക്രം ചോദിക്കുക, എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ശ്രീനിസാർ അതൊന്നും നീ ആലോചിക്കേണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും എന്ന് പറയട്ടോ. പക്ഷേ അപ്പോഴേക്കും അവർ പറയും, അതെ, വിക്രമിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് പോകരുതെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിക്രമിന് കാര്യം മനസ്സിലാവട്ടെ, അവർക്ക് വിക്രമിൻ്റെ കാര്യത്തിൽ ശ്രീനിസാർ ഇടപെടുന്നത് ഇഷ്ടമല്ലാന്ന്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യത്തിൽ ശ്രീനിസാർ നേരിട്ട് ഇടപെടണ്ട. പിന്നെ ഇലക്ഷനൊക്കെ വരാനിരിക്കുന്നതല്ലേ, നിങ്ങൾ രണ്ടുപേരും 2 പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളിതിൽ ശ്രീനിസാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രീനിസാറിൻ്റെ ഭാവിയെ ബാധിക്കും. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ശ്രീനിസാർ ഇതിൽ നേരിട്ട് ഇടപെടണ്ടെന്ന് തന്നെ പറയും കേട്ടോ. അതെ, അത് തന്നെയാണ് നല്ലതെന്ന് ശ്രീനിസാറിൻ്റെ ഭാര്യയും പറയും. നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയും കേട്ടോ ശ്രീനിസാർ. അപ്പോൾ വിക്രം പറയും, വേണ്ട സാറേ, ഇതിലാരും ഇടപെടണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകാൻ കേട്ടോ. ശ്രീനിസാറിന് അങ്ങനെ വിഷമമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നേരെ പോകുന്നത് KSEBയിലെ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ കോണിബലടിക്കുമ്പോഴത്തേന് അയാൾ കയറി വരും കേട്ടോ. ആരാന്ന് ചോദിക്കും കേട്ടോ. നിങ്ങൾ ആ മുരളീധരനല്ലേ KSEBയിലെ ഓവർസിയർ എന്ന് പറയും കേട്ടോ. അതെ, ഞാൻ എന്ന് പറയുമ്പോഴേക്കും സുധാകരൻ മാഷ മകനാണ്. അതെ, ഞാൻ സുധാകരൻ മാഷ മകനാണ്. ഞാൻ ഇവിടെ നിൽക്കണോ അതോ അകത്തേക്ക് വരണോ, നിങ്ങളതോ പുറത്തേക്ക് വരണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ്ട് വിക്രം. എന്നിട്ട് വിക്രം കയറി വാതിലടിക്കാണ്ട്, എന്തായാലും ഞാൻ അകത്തേക്ക് തന്നെ വരാം. ഇതാവുമ്പോഴേ നിങ്ങളൊക്കെ ഇട്ട് 2 തന്നാലും ആരും കാണൂലല്ലോ. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്താണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും വിക്രം അവിടെ സോഫയിൽ കയറി ഇരിക്കും കേട്ടോ. നിങ്ങളുടെ ഭാര്യയ്ക്ക് എവിടെ ജോലി? സഹകരണ ബാങ്കിൽ. എവിടെ? മാവേലിക്കരയിൽ. ഓ, വാസമയ്യ MLA കീഴിലുള്ള സഹകരണ ബാങ്കിൽ അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടില്ല. ആ ബാങ്കിലല്ലേ 2 കോടിയുടെ തിരിമറി നടന്നിട്ട് നിങ്ങളുടെ ഭാര്യയുടെ പേരും അതിലുണ്ടായിരുന്നല്ലോ. പക്ഷേ കോടതിയിലേക്ക് കേസ് എത്തിയപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പേര് മാത്രം അതിലുണ്ടായില്ല അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അയാളൊന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഓ, വാസവൻ ചെയ്തു തന്ന സഹായത്തിൻ്റെ പേരിലായിരിക്കും ആ പേര് അപ്രത്യക്ഷമായത് അല്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഒന്നും മിണ്ടൂല കേട്ടോ. നിങ്ങൾക്കൊരു മോനുണ്ടല്ലേ, അവിടെ നാട്ടിൽ സ്കൂളിൽ തന്നെയാണല്ലേ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറയാണ് കേട്ടോ. നിങ്ങൾ പോലീസിനെ വിളിക്കാൻ ഞാനിവിടെ ഉള്ളപ്പോൾ, പക്ഷെ ഞാൻ വേറെ ചില ആൾക്കാരെ വിളിക്കാം, അത് മതിയോ എന്ന് ചോദിച്ചിട്ട് ഫോൺ എടുത്തിങ്ങായിട്ട് ആർക്കോ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഹലോ, ഞാൻ വിക്രാണ്. അതിനുശേഷം വിക്രം കാര്യം പറയാൻ കേട്ടോ. അതെ, ഇന്ന് സ്കൂളിൽ ഒരു കുട്ടിയുണ്ട്, വൈകുന്നേരം 4 മണിക്ക് ജംഗ്ഷൻ വഴി നടന്നാണ് ആ കുട്ടി പോകുന്നത്. അക്ഷയ് എന്നാണ് പേര്. അല്ലേ സാറേ? അക്ഷയ് എന്നല്ലേ പേര്? അയ്യോ സാറേ, എൻ്റെ മോനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ കയ്യിൽ വന്ന് പിടിക്കാൻ കേട്ടോ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇപ്പം നടന്ന സംഭവം ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയിട്ട് എത്ര നാളായി? 3-4 ദിവസമായി. എന്നിട്ടും അത് ശരിയാക്കിയിട്ടില്ലല്ലോ ഇതുവരെ. എൻ്റെ അച്ഛൻ സുധാകരൻ മാഷ് KSEBയിൽ വന്നതല്ലേ, വാസവൻ്റെ ആജ്ഞപ്രകാരമല്ലേ ഇതൊക്കെ നടന്നത്. അതെ, അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അത് പോസ്റ്റിൽ ഫ്യൂസ് പോയിരിക്കുകയാണ്, കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ആണല്ലേ? എന്നിട്ട് അതെന്താ ശരിയാക്കാത്തത്? അത് വാസവൻ സാറ് പറഞ്ഞിട്ട് വേറെ നിവൃത്തിയില്ലാണ്ട് ഞാനത് ചെയ്തതാണ്. എങ്കിൽ ഇപ്പം തന്നെ അത് ശരിയാക്കണം. ശരി, ഞാനത് ഇപ്പം തന്നെ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ശരിയാക്കാൻ പറയുകയാണ്. അപ്പോൾ തന്നെ KSEBയിൽ നിന്ന് ആൾ വന്ന് പോസ്റ്റിൽ കയറുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അയാളുടെ ഫോണിലേക്ക് കോൾ വരും കേട്ടോ, ശരിയാക്കി എന്ന് പറഞ്ഞത്. ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആണോ?
എന്നാൽ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അമ്മയുടെ ഫോണിലേക്കാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ എടുക്കാതാവുമ്പോൾ വേദന ഫോണിലേക്ക് വിളിക്കും. അപ്പോൾ നന്ദിനി അതിലേക്ക് കൂടെ വരുമ്പോൾ വേദന ഫോൺ റിങ് ചെയ്തിട്ടോ വിക്രൂന്ന് എഴുതി കാണിക്കുന്നുണ്ട് അതിൽ. ആഹാ, ഇവനെന്താ ഇവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്, കട്ട് ചെയ്താലോ എന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി കൈ കൊണ്ട് വരുന്ന സമയത്ത് വേദ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി ഒന്നും അറിയാത്ത പോലെ ഫ്ലവേഴ്സൊക്കെ എടുത്തുകൊണ്ട് കൈ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. വേദ ഇങ്ങനെ നോക്കിങ്ങായിട്ട് ഫോൺ എടുക്കാണ്ട്, ഹലോ ഇവിടെ കറണ്ട് വന്നു നോക്കിയേ എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ശരി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. അങ്ങനെ വിക്രം പറയാതെ ഞാനിപ്പോൾ പോവുകയാണ്, ഇമാതിരി പണി ഇനി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വരവ് കൂടെ വരും എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകും. പിന്നീട് ശ്രീജ വന്നിട്ട് പറയണം, കറണ്ട് വന്നല്ലേ എന്ന് ചോദിക്കാനുണ്ട്. കറണ്ട് വന്നു. അപ്പോൾ വിക്രനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് വന്നു. വിക്രം ശരിയാക്കിയതാവും എന്ന് പറയട്ടോ. KSEBക്കാരായിരിക്കും ശരിയാക്കിയെന്ന് പറയട്ടോ. എന്തായാലും വിക്രം ഇടപെട്ടിട്ടായിരിക്കും അത് ശരിയാക്കിയിട്ടുള്ളത് എന്ന് പറയും. അല്ല, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കും കേട്ടോ വേദനോട് നന്ദിനി. അതെ, ഞങ്ങൾ തമ്മിൽ ഈ പ്രതിക്രിയാവാദികളും മറ്റുള്ളവരും തമ്മിൽ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിലും അന്തർധാര വഴി ഞങ്ങൾ പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയട്ടോ. എന്ത്? അത് തന്നെയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അല്ല എന്തീ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദിനി നിൽക്കുകയാണേ. പിന്നെ വേദ വന്നിട്ട് ഡ്രസ്സൊക്കെ അഴക്കത്തുനിന്ന് എടുക്കുന്ന സമയത്ത് ശ്രീജ വന്നിട്ട് പറയുന്നുണ്ട്, അതേ കറണ്ട് ശരിയാക്കിയതുപോലെ വീടിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും ഒരു തീരുമാനം വിക്രം ഉണ്ടാക്കുമല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ കറണ്ട് ശരിയാക്കിയത് തന്നെ ചിലപ്പോൾ KSEBിയിലെ ഉദ്യോഗസ്ഥനെ ചെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും, അല്ലാതെ നേരായ മാർഗത്തിലൂടെ ഒന്നും വിക്രത്തിനൊന്നും ചെയ്യാൻ പറ്റൂല. KSEBക്കാരനെ ചെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, അപ്പം അയാൾ ഈ കറണ്ട് ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രീജ പറയാണ്, ഈ വീട് വന്നു കയറിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീടാണെന്ന രീതിയിലല്ല, സ്വന്തം വീട് പോലെയാണ് ഞാനിതുവരെ ജീവിച്ചത്. ഈ വീട് വിട്ടു പോകാമെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല വേദ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? വേദ പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ട് ഒരു വക്കീലെ കാണാൻ പോയില്ലേ, അയാളെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലോ എന്ന് പറയണ്ട. അയാളിപ്പോൾ ഫോൺ പോലും എടുക്കുന്നില്ല എന്ന് പറയട്ടോ. ആണോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ശ്രീജ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീജ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ വേഗം തന്നെ ദർശൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ദർശൻ കോളെടുക്കും. ദർശ, ഞാൻ വേദയാണ്. വേദ, ഞാൻ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു, എങ്ങനെ സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. കുഴപ്പമില്ല, എന്നാലും താൻ ഇത്ര ബോൾഡായിട്ടുള്ള ഒരാളല്ലായിരുന്നു, താൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാത്തത്, അതോ പരാതി ഇല്ലാതെ ആണോ എന്ന് പറയട്ടോ. അപ്പോൾ വേദ പരാതി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അതിനേക്കാളും വലിയൊരു പ്രശ്നം വേറെ വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. അതെന്ത് പ്രശ്നം? താൻ ഇത്രയും ബോൾഡായിട്ടുള്ള ഒരാളായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല, താൻ ശരിക്കും വന്നാൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതായിരുന്നു, തന്നെ പഴയ ഉഷാറൊന്നും ഇപ്പം ഇല്ലല്ലോ എന്നൊക്കെ പറയും. ഞാൻ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് ദർശ എന്ന് പറയട്ടോ. എന്താ കാര്യം? ഈ 2-3 ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കൊടുക്കേണ്ടി വരും എന്ന് പറയുകയാണേ. അതെന്താ കാര്യം? ഈ വീടിൻ്റെ ജപ്തി നടക്കാൻ പോവാണ്, വാസവൻ മുന്നിട്ടിട്ടാണ് ഈ ജപ്തി കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷന് പോയാൽ ശരിയാവുമെന്ന് വേദ ചോദിക്കുമ്പോൾ ഇല്ല വേദ, സഹകരണ ബാങ്കിൻ്റെ നിയമങ്ങളനുസരിച്ചിട്ട് അവർക്ക് ജപ്തി ആയിട്ടുണ്ടെങ്കിൽ അത് ജപ്തി ചെയ്യാനുള്ള അവകാശമുണ്ട്, കോടതിയുടെ ആവശ്യമൊന്നും അവർക്കതിൽ വരുന്നില്ല എന്ന് പറയും കേട്ടോ. പിന്നെ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ലേലത്തിൽ പിടിക്കാനേ പറ്റുള്ളൂ അല്ലേ എന്ന് പറയും ചോദിക്കൂട്ടോ ദർശൻ. അപ്പോൾ ലേലത്തിൽ പിടിക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്, ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി കൃഷിഭൂമിയാണ്, ആ കൃഷിഭൂമിയും ഈ ഭൂമിയും കൂടി ഒന്നായിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് ലേലത്തിൽ പിടിക്കാന്നുള്ളത് ശരിയാവുന്ന കാര്യമല്ല, ഇത് ഇടിച്ചു പൊളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ദർശൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ശങ്കരനങ്ങൾ കണ്ടിട്ട് സംസാരിക്കാനായിട്ട് സുധാകരൻ മാഷോട് പറയും, മറ്റേ വിക്രത്തിൻ്റെ കാര്യത്തിൽ നീതിയിൽ ഒരു ചെറിയ അംശം ഉണ്ടെന്ന് കണ്ടുകൊണ്ടല്ലേ വിക്രത്തിന് ജാമ്യം കൊടുത്തത്, അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം അങ്കിളിന് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കേട്ടോ. അയ്യോ, അച്ഛൻ അതിനൊന്നും ഇറങ്ങി പുറപ്പെടില്ല, ഒരു കാര്യം ചെയ്യ്, ദർശൻ സംസാരിക്കും എനിക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ കേട്ടോ. ഞാനോ? പ്ലീസ് ദർശൻ. ഓക്കെ ശരി, ഞാനൊന്ന് കണ്ട് സംസാരിച്ച് നോക്കട്ടെ എന്ന് ദർശൻ പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.